എല്ലാവർക്കും ക്യുസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഓവൻ ബേക്ക്ഡ് ബ്ലാക്ക് സീ ബാസ് ആണ്. ഇത് വരുന്നത് കാളാഞ്ചിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് സീ ബാസ് ആണ്. ഇംഗ്ലീഷുകാർ ബ്ലാക്ക് സീ ബാസ് എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം കാളാഞ്ചി ഏകദേശം 1 കിലോ കഴുകി വൃത്തിയാക്കി നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മീനിൽ നമ്മൾ 2 ഇഞ്ച് ഇടവിട്ട് ഇവിടെ സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. 2 സൈഡിലും നമ്മൾ ഇതുപോലെ സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. ഈ മീനിൻ്റെ ചെതുമ്പൽ എല്ലാം നമ്മൾ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നത് ഏറ്റവും ആദ്യം നമ്മളിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം കുറച്ച് വെജിറ്റബിൾസ് ഇതിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം ഈ ഒരു മീൻ നമ്മൾ വേവിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതൊരു കമ്പാരിറ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം ഇത് നമ്മൾ എണ്ണയൊന്നും ഇല്ലാതെയാണ് ഇത് ഗ്രില്ല് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പം. ഇനി നമുക്ക് ഫ്രഷ്ലി ക്രാക്ഡ് ബ്ലാക്ക് പെപ്പർ ഇവിടെ ആഡ് ചെയ്യാം. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സീസണിങ്ങും ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളിവിടെ സാധാരണ മീൻ വറക്കുമ്പം ഉപയോഗിക്കുന്ന സീസണിങ്ങുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പൗഡർ വെർഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിൽ ഒരേ സമയം ഒരു റെഡ് കളറും അതുപോലെ തന്നെ ആ ഒരു നല്ല മീഡിയം സ്പൈസ് ലെവലും നമുക്ക് കിട്ടും. ഇത് എരിവിന് ആവശ്യത്തിന് നമുക്കിവിടെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ജിഞ്ചർ പൗഡറാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇഞ്ചി ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്ത ഒരു പൗഡറാണ്, അത് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഒണിയൻ പൗഡർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഗാർലിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാരിനേഷൻ പ്രോസസ്സ് ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. ഇതിൻ്റെ സൈഡായിട്ട് വരുന്ന വെജിറ്റബിൾസിൽ നമ്മൾ എടുക്കുന്നത് മഷ്റൂംസ്, അതുപോലെ ബ്രോക്കലി, പിന്നെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്ത കോളിഫ്ലവറും ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മാരിനേഷനായിട്ട് നമ്മളിവിടെ ഒണിയൻ പൗഡർ, അതുപോലെ ഗാർലിക് പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊരു 350 ഡിഗ്രി ഓവനിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിന് ഫിഷിനേക്കാൾ ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വെജിറ്റബിൾസിൻ്റെ കുക്ക് ടൈം വരുന്നത് ഏകദേശം 50 മിനിറ്റ്സ് ആണ്. ഫിഷിൻ്റെ കുക്ക് ടൈം വരുന്നത് ഏകദേശം 30 മിനിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് 20 മിനിറ്റ് മുമ്പേ നമ്മൾ ഈ വെജിറ്റബിൾസ് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ ഫിഷ് വെക്കുന്നത്. ഈ വെജിറ്റബിൾസ് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ഡൗൺ വെച്ച് വരുമ്പോഴത്തേക്കിനാണ് നമ്മൾ നമ്മുടെ ഫിഷിൻ്റെ റാക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആ ഫിഷിൻ്റെ അകത്തു നിന്നുള്ള ജ്യൂസ് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് വീണ് ഇതിന് ആ ഒരു ഫിഷിൻ്റെ ഒരു ഫ്ലേവർ ഈ ഒരു വെജിറ്റബിൾസിനുണ്ടാവും. ഇനി നമ്മളിത് ഓവനിലേക്ക് നേരെ വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ വെജിറ്റബിൾസ് എടുത്തതിന് ശേഷം നമ്മുടെ ഫിഷ് ഈ റാക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ നേരെ തിരിച്ച് ഓവനിൽ വെക്കുകയാണ്. കുക്ക് ടൈം ഇനിയും ഏകദേശം 30 മിനിറ്റാണ്. 30 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫിഷ് റെഡിയാവും. അതിനിടയ്ക്ക് നമ്മളൊന്ന് മറിച്ചിടണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഒരു പ്രാവശ്യം ഓൾറെഡി ഇത് ഫ്ലിപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ സ്കിൻ ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓവൻ ബേക്ക്ഡ് ബ്ലാക്ക് സീ ബാസ് അല്ലെങ്കിൽ കാളാഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.